ഫാമിലി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, കുടുംബം എന്നൊരു വ്യവസ്ഥിതിയെ തകർക്കുന്നതിലൂടെയാണ് സ്ത്രീക്ക് വിമോചനം ലഭിക്കുന്നതെന്നാണ് സെക്ഷൽ ലിബറേഷന്റെ, ലൈംഗിക വിപ്ലവത്തിന്റെ വക്താക്കൾ പറഞ്ഞിരുന്നത് ആ കാലഘട്ടത്തിലെങ്കിലും. അതിൽ യഥാർത്ഥത്തിൽ വസ്തുതയുണ്ടോ? നമ്മൾ പിന്നെ ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് വന്ന നെറേറ്റീവ്സൊക്കെ നോക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഫെമിനിസ്റ്റിനെ ഒരു 3 വേവ് ആക്കിയിട്ട് പറയലുണ്ട്. ഇപ്പോൾ ഒരു ഫസ്റ്റ് വേവ് ഫെമിനിസ്റ്റൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ ബേസിക്കായ ഒരു ഹ്യൂമൻ റൈറ്റ്സ് വാല്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. വോട്ട് വേണം, സ്വത്തവകാശം വേണം, ഇങ്ങനെയുള്ള സംഗതികൾ. പക്ഷെ അത് നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു 1940-50കളിലേക്ക് വരുമ്പോൾ പിന്നെ കുറച്ചും കൂടിയും പിന്നെ ഒരു പുരുഷനെ പോലെ ആകണം എന്നൊരു നിലയിലേക്ക് ആ സമയത്താണ് സെക്കൻഡ് സെക്സൊക്കെ ഇറങ്ങുന്നതും അത് പിന്നെ വ്യാപകമാകുന്നതും അതിൻ്റെയൊക്കെ ഒരു ചർച്ചകൾ നടക്കുന്നത് സിമൻ ദ ബോവയുടെയൊക്കെ. അപ്പോൾ പിന്നെ പെണ്ണ് കുടുംബത്തിനകത്ത് പിന്നെ സത്യത്തിൽ വല്ലാതെ പിന്നെ മർദ്ദിക്കപ്പെടുകയാണ്, ചൂഷണം ചെയ്യപ്പെടുകയാണ്. അതിൽ നിന്നുള്ളൊരു മോചനമാണ് സത്യത്തിൽ അവളുടെ ഒരു ലിബറേഷനിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുരുഷനെ പോലെ അവൾക്കും പിന്നെന്ത് വേണം, ആ ഒരു സ്വാതന്ത്ര്യം വേണം. ആ സ്വാതന്ത്ര്യത്തിന് പല നിലക്ക് നിർവചിക്കുകയാണ്. അപ്പോൾ അതിൽ 60കൾക്ക് ശേഷം നമ്മൾ കാണുന്നത് ഒരു ഭയങ്കരമായ സെക്ഷൽ ലിബറേഷൻ, ഒരു സെക്ഷൽ റെവല്യൂഷനിലേക്ക് പോകുന്നതാണ്. അതിന് കുറേ ഫാക്ടേഴ്സ് അതിനെ പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 1920കളിൽ ഒരു ഓർഗനൈസേഷൻ വേൾഡ് ലീഗ് ഫോർ സെക്ഷൽ റിഫോം എന്ന് പറഞ്ഞിട്ട് ഒരു ജൂയിഷ് ഒരു ഗേ ആണെന്ന് തോന്നുന്നു, അയാൾ ഒരു റിഫോമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് അവരുടെ വാങ്ങിച്ച കോൺട്രസെപ്റ്റീവ്സ് പിന്നെ അക്സെപ്റ്റ് ചെയ്യണം, പിന്നെ അതേപോലെ തന്നെ ഈ ഇതിന് പുറത്തുള്ള സെക്ഷൽ ഫ്രീഡംസ്, വിവാഹത്തിന് പുറത്തുള്ള സെക്ഷൽ ഫ്രീഡംസ് അനുവദിക്കണം എന്നൊക്കെയുള്ള ഇത് വച്ചത് തുടങ്ങിയിട്ട് പിന്നെ മെയിനായിട്ട് വരുന്ന ഒരു പിന്നെ വിപ്ലവം എന്ന് പറയുന്നത് ആൽഫ്രഡ് കിൻസേൻ്റെ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് വലിയ ചർച്ചയായത്. അപ്പോൾ ആളുകളുടെ സെക്ഷൽ ഇൻട്രസ്റ്റിനെ കുറിച്ച് വലിയ സർവേ ഒക്കെ നടത്തി ഭയങ്കര കോൺട്രവേഴ്ഷ്യലും ആയിരുന്നു. കാരണം ആ സർവേ ചില പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ മാത്രമാണ് നടത്തിയെന്നുള്ളത്. സെക്ഷൽ ബിഹേവിയർ ഇൻ ഹ്യൂമൻ മെയിൽ എന്നാണ് ഫസ്റ്റ് ഇറങ്ങിയത്. പിന്നെ സെക്ഷൽ ബിഹേവിയർ ഇൻ ഹ്യൂമൻ ഫീമെയിൽ എന്നും കൂടി ഉള്ള ബുക്കൊക്കെ ഇറങ്ങി. അതിൻ്റെ കൂടെ പിന്നെ ഈ സെക്കൻഡ് സെക്സ് വന്നു. പിന്നെ നമ്മൾ കാണുന്നത് പിന്നെ ഈ ഗേ മൂവ്മെൻറ്റും, പിന്നെ ഇവർക്ക് ഒരു ലോ സപ്പോർട്ട് വരുന്നത്, മെഡിക്കൽ സയൻസിൻ്റെ ഒരു സപ്പോർട്ട് ഇവർക്ക് കിട്ടുന്നത്, ഇപ്പോൾ DSMലുണ്ടായ പിന്നെ സ്റ്റോൺ വാൾ റേറ്റും അതിനെ തുടർന്നുണ്ടായ സംഗതികളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവരെ പിന്നെ ഭയങ്കരമായൊരു സോഷ്യൽ സപ്പോർട്ടിലേക്ക് പോയി. പിന്നെ ഒരു പിന്നെ ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പുറത്തേക്ക് എല്ലാവരും ഇങ്ങോട്ട് വരുന്നൊരു സ്ഥിതി നമ്മൾ പിന്നെ US യൂറോപ്പിൽ ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതുണ്ടാക്കിയൊരു എഫക്റ്റ് ഇപ്പോൾ ആ സമയങ്ങളിൽ ഇപ്പോൾ ഗോൾഡൻ ഏജ് ഓഫ് പോൺ എന്നൊക്കെ പറയുന്നത് 70കൾ 80കളുടെ കാലഘട്ടമാണ്. കാരണം പോണൊക്കെ അത്രയും വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വിവാഹത്തിന് പുറത്തുള്ള കുട്ടികളുടെ ജനനം കൂടി, അതേപോലെ തന്നെ പിന്നെ ഈ പോണ് വ്യാപകമായി ഇപ്പോൾ ചൈൽഡ് ട്രാഫിക്കിങ് കൂടി, പ്രീമാരിറ്റൽ സെക്സ് കൂടി, ടീനേജ് പ്രഗ്നൻസി കൂടി, അതേപോലെ തന്നെ ഈ പിതാക്കന്മാരില്ലാത്ത കുട്ടികളുടെ എണ്ണം കൂടി, അബോർഷൻസ് കൂടി. അപ്പോൾ സത്യത്തിൽ ഇതൊക്കെ സഫർ ചെയ്യപ്പെടുന്നത് സ്ത്രീകളാണ്. അപ്പോൾ ഇതൊക്കെ കൂടി, പക്ഷേ ഇതൊക്കെ അവരൊരു സ്വാതന്ത്ര്യമായിട്ട് പിന്നെ ആഘോഷിക്കപ്പെടുന്ന നമ്മൾ ഈ ഒരു 10-40 കൊല്ലം കാണുന്നത്. ഇപ്പോൾ ഈ അടുത്ത് പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്നൊരു ഇത് നോക്കുക. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ്, 1 നൈറ്റ് സ്റ്റാൻഡ്, നോ സ്ട്രിങ് അറ്റാച്ച്ഡ്, പിന്നെ BDSM, പോപ്പുലർ കൾച്ചറിന്റെ ഭാഗമാക്കി കിങ് സെക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലെല്ലാം പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം, സ്ത്രീകളാണ് ഇതിനു വേണ്ടി മുന്നോട്ട് വരുന്നത്. സത്യത്തിൽ സ്ത്രീകളുടെ ഒരു ഇന്നേറ്റ് നേച്ചർ എന്ന് പറഞ്ഞാൽ അതല്ല, അതിലേക്ക് സ്ത്രീകൾ ഇങ്ങോട്ട് എത്തിച്ചു. അതായത് അതിൻ്റെയൊക്കെ റിസൾട്ടോ ഈ പറഞ്ഞ സംഗതികൾ, അബോർഷന്, ടീനേജ് പ്രഗ്നൻസി, ഡിപ്രഷന്, പിന്നെ സൂയിസൈഡ്, പോണിലേക്ക് എത്തുന്ന ഇങ്ങനത്തെ സംഗതികളിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ എന്നിട്ടും ഇവർ അങ്ങനെ ഉണ്ടല്ലോ, നല്ലൊരു ഫാമിലി സിസ്റ്റത്തിൽ വന്നിരുന്ന ഒരു സൊസൈറ്റിയെ ആ ഫാമിലി സിസ്റ്റം തകർത്ത് അതിൽ നിന്ന് പെണ്ണിനെ പുറത്തെടുത്ത് അവളെ എല്ലാവിധ പുരുഷൻ്റെ ലൈംഗിക ചൂഷണങ്ങൾക്കും മുന്നിൽ വെച്ച് കൊടുത്തിട്ട്, എന്നിട്ട് അവൾ ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിച്ച് ആ ഒരു സെക്സ് എന്നുള്ള കുടുംബത്തിനകത്തുള്ള പവിത്രമായൊരു സംഗതിനെ ഒരു സൊസൈറ്റിയിലേക്ക്, പബ്ലിക്കിലേക്ക് വലിച്ചയച്ച് അതിനെ നശിപ്പിച്ച് അതിൻ്റെ മേലെ കയറിയിരുന്നിട്ട് വീണ്ടും ഇവർ പറയുന്നതാണ് മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ളത്. സത്യത്തിൽ അത് പറയുമ്പോൾ പലരും അതിൻ്റെ നെഗറ്റീവ് എഫക്റ്റിൽ അനുഭവിച്ചിട്ടുണ്ട്. അത്
ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പിന്നെ ഈ LP സ്കൂളിലെ കുട്ടികളൊക്കെ ചിലപ്പോൾ ഉം. ഹോംവർക്ക് ചെയ്ത് വന്നില്ലെങ്കിൽ മാഷ് തല്ലും ഉം. അല്ലേ. അടി കിട്ടിയാൽ പിന്നെ അടി കിട്ടിയ കുട്ടി ചിലപ്പോൾ ബെഞ്ചിൻ്റെ അടിയിൽ പോയിട്ട് കൈയൊക്കെ ഇങ്ങനെ തിരുമും. ഉം. അപ്പോൾ അടി കിട്ടാത്ത കുട്ടി അടുത്ത് നിന്നിട്ട് ചോദിക്കും എനിക്ക് വേദനിച്ചോന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും എനിക്കൊരു വേദന ഉണ്ടായിട്ടില്ല എന്നറിയും. അങ്ങനെ കുട്ടികൾ പറയുള്ളൂ. ഉം. സത്യത്തിൽ അതേ ടോണിലാണ് ഇവർ പറയുന്നത് പലരും, മൈ ബോഡി മൈ ചോയ്സ്. കാരണം ഇതിൻ്റെ എല്ലാ സഫറിങ്, എല്ലാം വേദനകളും അനുഭവിച്ചത് ഈ സ്ത്രീകൾ തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇവരെങ്ങോട്ടാണ് സ്ത്രീകളെ എത്തിക്കണമെന്ന് നോക്കുക. കുടുംബത്തിൽ നിന്ന് പുറത്തു കൊടുത്തിട്ട് ഇവർ പറയുന്നത് എന്താണെന്ന് നോക്കുക. അപ്പോൾ ഈ കഴിഞ്ഞൊരു 2-3 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് ട്വിറ്ററിലും ഫേസ്ബുക്കിലും വ്യാപകമായി ട്രോൾ ചെയ്യപ്പെട്ട ഒരു പേജ് ഉണ്ടായിരുന്നു. ഒരു പേജ് എന്ന് വെച്ചാൽ ഒരു മാഗസിൻ്റെ കട്ടിങ്ങാണ്. അപ്പോൾ മാഗസിൻ്റെ കട്ടിങ്ങിൽ എന്താ പറയുന്നത് വെച്ചാൽ ടിപ്സ് ടു ലുക്ക് ആഫ്റ്റർ യുവർ ഹസ്ബൻഡ്. അത് 1950s US-ലൊരു ഫാമിലി മാഗസിൻ ഉണ്ടായിരുന്നു, ഹോം ഇക്കണോമിക്സ് മാഗസിൻ എന്നാണ്. നമ്മളിവിടുത്തെ വനിതയൊക്കെ പോലെ ഒരു ഫാമിലി മാഗസിനാണ്. അപ്പോൾ അത് പിന്നെ ഫാമിലിയിലേക്ക് വേണ്ടി ഇറങ്ങണം. അപ്പോൾ അതിലൊരു പേജാണ് 1955 ഇറങ്ങിയ ഹോം ഇക്കണോമിക്സ് മാഗസിൻ്റെ ഒരു പേജ്. ആ പേജിലുള്ള ഇത് ടൈറ്റിൽ ഇതാണ്. അതിൽ കുറേ ടിപ്സാണ്. അപ്പോൾ ടിപ്സിൽ എന്തൊക്കെ പറയണമെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ പിന്നെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ആൾ ഭയങ്കര ക്ഷീണിതനായിരിക്കും. അയാൾക്കുള്ള ഫുഡ് നിങ്ങൾ റെഡിയാക്കി വെക്കണം. അങ്ങനെ കുറേ ടിപ്സാണ്. അപ്പോൾ ആൾ വരുമ്പോൾ നിങ്ങൾ നല്ല വസ്ത്രത്തിൽ ഒരുങ്ങി നിൽക്കണം. കാരണം നിങ്ങളെ മുഷിഞ്ഞ വസ്ത്രത്തിൽ ആൾ കാണരുത്. കുട്ടികളെയൊക്കെ നിങ്ങൾ നല്ല ഒരുക്കി നിർത്തണം. വീടൊക്കെ നല്ല വൃത്തിയാക്കി വെക്കണം. പിന്നെ അയാൾക്കുള്ള ഫുഡ് റെഡിയാക്കി വെക്കണം. നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അയാൾക്ക് ദേഷ്യം ഉണ്ടാക്കണമെന്നും ചോദിക്കരുത്. ഇങ്ങനെയുള്ള ഹസ്ബൻഡിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാന്നുള്ള ടിപ്സാണ്. അപ്പോൾ ഇതൊരു ഈ ലിബറൽസ് എടുത്തിട്ട് വ്യാപകമായിട്ട് ഇപ്പോഴും ഈ അടുത്ത് പോലും നമുക്ക് കാണാം. 2023 വരെ അതിനെ വ്യാപകമായിട്ട് ട്രോൾ നമുക്ക് കാണാം. കാരണം ഇങ്ങനെയായിരുന്നു പെണ്ണിനെ ഒരു വീട്ടിൽ ഒരു പുരുഷൻ്റെ അടിമയാക്കി നിർത്തിയിരുന്ന് പുരുഷൻ്റെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് അവർ പറയുന്നത്. പക്ഷേ ഇതേ ലിബറൽ ഫെമിനിസ്റ്റുകളുടെ കോസ്മോപൊളിറ്റൻ മാഗസിനിൽ 2-3 മാഗസിനിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ മാഗസിൻ്റെ പേര് ഞാൻ പറയണില്ല. അപ്പോൾ അതിൽ വന്ന ആർട്ടിക്കിൾസ്, ചില ആർട്ടിക്കിൾസിൻ്റെ ടോപ്പിക്ക് ഞാൻ പറയാം. ഹൗ ടു ടേൺ ഓൺ യുവർ മാൻ, 5 ways, 10 tips to what to do with a naked man. ഇങ്ങനെ തുടങ്ങി. അതേപോലെ അതിൽ ഏറ്റവും ഇതായിട്ടുള്ള ഒന്ന്, ഹൗ ടു ഹാവ് കാഷ്വൽ സെക്സ് വിത്തൗട്ട് ഇമോഷണലി അറ്റാച്ച്ഡ്. എങ്ങനെ നിങ്ങൾ, അപ്പോൾ എന്താണ് ഇവർ നമ്മൾ സ്ത്രീകളെ പഠിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പുരുഷൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെയൊക്കെ അവനെ സംതൃപ്തിപ്പെടുത്താം എന്നാണ്. അപ്പോൾ അന്നുള്ളത് സ്വന്തം ഹസ്ബൻഡിനെ തൃപ്തിപ്പെടുത്താൻ ഒരു പെണ്ണ് ചെയ്യേണ്ട ടിപ്സുകളെ ട്രോളിയിട്ട് ഇവർ ചെയ്യുന്നത് നാട്ടിലുള്ള മുഴുവൻ പുരുഷന്മാരെയും തൃപ്തിപ്പെടുത്താൻ പെണ്ണിനെ പ്രേരിപ്പിക്കുകയാണ്. പെണ്ണിനൊരിക്കലും ഒരു കാഷ്വൽ സെക്സിലേക്ക് അവളുടെ ബയോളജിക്കൽ നേച്ചർ വെച്ചിട്ട് എത്താൻ പറ്റില്ല. എന്നിട്ട് അവളോട്, കാരണം അവളൊരു കാഷ്വൽ സെക്സിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും അവളുടെ പിന്നെ സെക്ഷൽ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഭാഗമായിട്ട് അയാളുമായിട്ടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുപോലും അവളെ പറഞ്ഞു കൊടുക്കുകയാണ്, അവൾക്കുള്ള ടിപ്സ് കൊടുക്കുകയാണ്, വിത്തൗട്ട് ഗെറ്റിംഗ് ഇമോഷണലി അറ്റാച്ച്ഡ്. എങ്ങനെ നിനക്ക് കാഷ്വൽ സെക്സിൽ ഏർപ്പെടാം. അതിൽ പറയുന്ന ടിപ്സ് കുറേ ഉണ്ട്. നീ സെക്സിൽ ഏർപ്പെടുമ്പോൾ കണ്ണിലേക്ക് നോക്കരുത്, കാരണം കണ്ണിലേക്ക് നോക്കിയാൽ ഇമോഷണലി അറ്റാച്ച് ആവാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇവർ നേരെ സത്യത്തിൽ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എന്താണോ ഒരു മെയിൽ ഡൊമിനൻസ് ആഗ്രഹിക്കുന്നത്, എന്താണോ ഒരു പാട്രിയാർക്കി ആഗ്രഹിക്കുന്നത്, എന്താണോ ഒരു പുരുഷൻ സ്ത്രീയിൽ ചൂഷണം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത്, അവൻ്റെ താല്പര്യങ്ങൾക്കെല്ലാം അനുസരിച്ച് ഒരു പെണ്ണിനെ ഒരുക്കി കൊടുക്കുകയാണ് സത്യത്തിൽ ഇന്ന് ലിബറൽ ഫെമിനിസം ചെയ്യുന്നത്. പുരുഷന് കൂടുതൽ ബെനഫിഷ്യൽ ആവുന്ന രൂപത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വൈജ്ഞാനികമായിട്ടുള്ള ഒരു തലമുണ്ടല്ലോ. അപ്പോൾ ഇതിന് ഒരു വൈജ്ഞാനികമായിട്ടുള്ള ഒരു അടിത്തറ പാകിയാൽ മാത്രമേ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, അല്ലേ? ഇപ്പോൾ സ്ത്രീകൾ സബ്ജുഗേറ്റ് ചെയ്യപ്പെടുന്നു, അല്ലെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെടുന്നു എന്നെല്ലാം പറഞ്ഞാൽ പോലും അവരെ അതിലേക്ക് എത്തിക്കുന്നതിന് ഒരു വൈജ്ഞാനികമായിട്ടുള്ളൊരു തലം ഉണ്ടാവുമല്ലോ. അതെങ്ങനെയാണ് രൂപം കൊണ്ടത് എന്ന് വിശദീകരിക്കാം. വൈജ്ഞാനികം എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പയിനിങ് അല്ലേ നടക്കുന്നത് സത്യത്തിൽ. അതായത് പിന്നെ ഇവർ പെണ്ണിനോട് നിരന്തരം ചോദിക്കുകയാണ്, നിനക്കും സ്വാതന്ത്ര്യം വേണ്ടേ, നിനക്കും പുരുഷനെ പോലെ ആവണ്ടേ, നിനക്കും രാത്രി പുറത്തിറങ്ങണ്ടേ, നിനക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കണ്ടേ. സത്യത്തിൽ വർഷങ്ങൾ നീണ്ട ഈ ക്യാമ്പയിനിങ് പെണ്ണിൻ്റെ തലയിലേക്ക് അടിച്ചു കയറ്റുകയാണ് ഇതിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ക്യാമ്പയിനിങ്ങിൽ നിന്ന് ഇവർ ഒരു ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ളൊരു
ഒരു ഒരു മുദ്രാവാക്യത്തിലേക്കൊക്കെ എല്ലാ സ്ത്രീകളും എത്തുന്നത്. ഇപ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ നമ്മൾ പിന്നെ റേപ്പിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് നോക്കിയാൽ, ഇപ്പോൾ റേപ്പിനോട് പൊതുവേ നമുക്കുള്ളൊരു ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ, രാത്രി ഒറ്റയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും സ്ട്രേഞ്ചേഴ്സ് റേപ്പ് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ പൊതുവേ റേപ്പ് നടക്കാൻ സാധ്യത ഉണ്ട് നമുക്ക് തോന്നുന്നൊരു ബോധം അതാണ്. പക്ഷേ ഇപ്പോൾ റേപ്പിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ യൂറോപ്യൻ ജേർണൽ ഓഫ് സൈക്കോളജിയിൽ വന്ന 2016 UK കേസുകളെ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ റേപ്പ് ചെയ്യപ്പെടുന്ന സ്ത്രീകൾ 16-34 ഇടയിലുള്ളതാണ്. 16-34 ഇടയിലുള്ള. കൂടുതൽ റേപ്പ് നടക്കുന്നത് ഇൻഡോറിലാണ്. കൂടുതൽ റേപ്പ് നടക്കുന്നത് രാത്രിയിലാണ്. 70% റേപ്പ് ഒഫൻഡേഴ്സ് നോൺ പീപ്പിളാണ്, ഇവർക്ക് അറിയുന്ന ആളുകളാണ്. 17.4% നോൺ സ്ട്രേഞ്ചേഴ്സാണ്. അതായത് നോൺ സ്ട്രേഞ്ചേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ക്ലബ്ബിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾ, ബസ്സിൽ പോകുമ്പോൾ കാണുന്ന കണ്ടക്ടർ, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾ, ഇങ്ങനെയുള്ള നോൺ സ്ട്രേഞ്ചേഴ്സ്. ബാക്കി വെറും ഒരു 12% പ്യുവർ സ്ട്രേഞ്ചേഴ്സ് ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ മുമ്പിൽ തെളിയിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതായത് 16-34 ഇടയിലുള്ള സ്ത്രീകൾ അവർക്ക് അറിയുന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ രാത്രിയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റക്കാകുന്നത് റേപ്പ് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ട് എന്ന് ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതായത് പെണ്ണ് അൺസേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കുക, അങ്ങനെ അവിടെ ആകാതിരിക്കുക എന്നുള്ളത് അത് പെണ്ണ് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികം. പക്ഷേ അതേസമയം ഇവരെ മോട്ടിവേറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, നിനക്കും രാത്രി പുറത്തിറങ്ങണ്ടേ, നിനക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണ്ടേ, നിനക്കും ക്ലബ്ബിലേക്ക് പോകണ്ടേ, നിനക്കും നിൻ്റെ സെക്ഷൽ ഡിസയേഴ്സ് എല്ലാം പൂർത്തീകരിക്കണ്ടേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോട്ടിവേഷൻ ഒരു വൈജ്ഞാനികമായിട്ടുള്ളൊരു തലത്തിലേക്ക് എത്രത്തോളം ഇവർ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിലേക്കൊക്കെ ഇപ്പോൾ എല്ലാ സ്ത്രീകളും പോകുന്നുണ്ടോ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു ക്യാമ്പയിനിങ് നന്നായിട്ട് നടക്കുന്നുണ്ട്, അതിലേക്ക് സ്ത്രീകൾ നന്നായി പോകുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പോപ്പുലർ കൾച്ചർ എന്നുള്ള നെറേറ്റീവ്സ് ഇതിന് ഭയങ്കര സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ മൂവീസ് ആണെങ്കിലും പിന്നെ മാഗസിൻസ് ആണെങ്കിലും ഇതിനൊക്കെ ഉള്ള ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. നമ്മളവിടെ ഇറങ്ങുന്ന പല മാഗസിൻസും തന്നെ ഒരു 30 വർഷം മുമ്പ് അതിൽ വരുന്ന ടൈറ്റിൽസും ഇപ്പോൾ വരുന്ന ടൈറ്റിൽസൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കാൻ പങ്ക്തി, അതിലെ ചോദ്യങ്ങൾ ഒരു 20 കൊല്ലം മുമ്പത്തെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും, അതേ ചോദ്യങ്ങൾ ഇപ്പോൾ വരുമ്പോഴും അതിൻ്റെ ഉത്തരങ്ങളും ശ്രദ്ധിച്ചാലൊക്കെ അറിയാം അതിലൊക്കെ ഉള്ള മാറ്റങ്ങൾ. അപ്പോൾ അത് അപ്പോൾ ഇതേപോലെ പോപ്പുലർ കൾച്ചറിൽ പിന്നെ മൂവീസൊക്കെ കൊണ്ടുവരുന്ന ഒരു കൾച്ചർ, പ്രത്യേകിച്ച് ഔട്ട്ഫിറ്റിലൊക്കെ. ഇപ്പോൾ സ്ട്രക്ചറിൽ ഇപ്പോൾ ഹവർ ഗ്ലാസ് സ്ട്രക്ചറാണ്, അതായത് ഹിപ്പ് ടു വേസ്റ്റ് റേഷ്യോൻ്റെ അതിൻ്റെ ഒരു കണക്കുണ്ട്, 0.75 ആണ്. അതിലാണ് കറക്റ്റ് എന്ന് ഒരു വിമൻ്റെ എക്സാക്ട് സ്ട്രക്ചർ എന്നാ പറയുക, ഒരു പുരുഷന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ട്രക്ചർ. അപ്പോൾ ഈ ഹവർ ഗ്ലാസ് സ്ട്രക്ചറിലേക്ക് എത്തിക്കാൻ വേണ്ടി പെണ്ണിനെ പിന്നെ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഫിഗറുകളെ കാണിക്കുക. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ശരിക്കും ഈ ഔട്ട്ഫിറ്റെല്ലാം പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം ഔട്ട്ഫിറ്റുകൾ ധരിക്കുന്നത്? ഇപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇത്തരം ഔട്ട്ഫിറ്റുകൾ ധരിക്കുന്നത്? ഇപ്പോൾ ഒരു പെണ്ണ് ഒരു ഔട്ട്ഫിറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ പിന്നെ അത് ആ ഫങ്ഷൻ്റെ വലുപ്പം അനുസരിച്ച് ഡ്രസ്സിൻ്റെ വലുപ്പം കുറയും ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് എൻ്റെ ശരീരം ഒരു ഫങ്ഷനിൽ, ഒരു ഇവൻറ്റിൽ ഞാൻ കൂടുതലായിട്ട് കാണിക്കുന്നത്? അപ്പോൾ ആരെയാണത് സംതൃപ്തിപ്പെടുത്തുന്നത്? ഇപ്പോൾ പുരുഷനിൽ നടത്തിയ പഠനങ്ങളൊക്കെ, FMRI സ്കാനിങ് വെച്ചിട്ട് നടത്തിയ പഠനങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, പുരുഷൻ്റെ മുമ്പിൽ കാണിക്കുന്ന ഇമേജിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഡ്രസ്സ് ചെയ്ത, ഗ്ലാമറസ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത ആളുകളെ പുരുഷൻ്റെ തലച്ചോറിൽ സെക്ഷൽ സ്റ്റിമുലസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത് കാണുമ്പോൾ വിഷ്വൽ സ്റ്റിമുലി നന്നായി വർക്ക് ചെയ്യുന്ന ഒരു ഹ്യൂമൻ പിന്നെ ബീയിങ് ആണ് പുരുഷൻ എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന് അതിനോട് അട്രാക്ഷൻ കൂടും. അതിൽ തന്നെ പിന്നെ എത്ര പേര് അതിൻ്റെ മേലെ ആക്ട് ചെയ്യും എന്നുള്ളത് വേറൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ പുരുഷന് അങ്ങനെ തോന്നാൻ പാടില്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്കൊരു ചോയ്സ് ഉണ്ട്. ഞാൻ ഏത് ഡ്രസ്സ് ധരിക്കണം,
ഞാൻ വളരെ ഗ്ലാമറസ് ആയ ഒരു ഔട്ട്ഫിറ്റ് ഇടണോ അതോ മോഡസ്റ്റ് ആയ ഒരു ഔട്ട്ഫിറ്റ് ഇടണോ എന്നുള്ളൊരു പെണ്ണിനൊരു ചോയ്സ് ഉണ്ട്. പക്ഷെ ഒരു പുരുഷനെ സംബന്ധിച്ച് നിങ്ങളൊരു ഗ്ലാമറസ് ആയ ഔട്ട്ഫിറ്റ് ഇട്ടാൽ അത് കാണുന്ന എനിക്ക് സെക്ഷൽ അറൗസൽ ഉണ്ടാവണോ വേണ്ടേ എന്നൊരു ചോയ്സ് പുരുഷൻ അവിടെ ഇല്ല. സെക്ഷൽ അങ്ങനെ അറൗസൽ പറയുന്നത് വിക്ടിം ബ്ലെയിമിംഗ് ആണെന്ന് പറയുന്നവരോട് എന്താ പറയാ? ഇതൊക്കെ പഠനങ്ങളാണ്. ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ വേൾഡിൽ 50 സൈക്കോളജിസ്റ്റുകൾ ഒരാളായിട്ട് എണ്ണപ്പെടുന്ന ആളാണ് ഡേവിഡ് എംബസ്. എവല്യൂഷണറി സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു പഠനമാണ് ദ ബാഡ് മെൻ എന്നുള്ളത്. ഹൗ മെൻ ഹരാസ് അസോൾട്ട്, ഒരു വലിയ പേരാണ്. ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്ന ബാഡ് മെൻ എന്നാണ് അതിൻ്റെ മെയിൻ ടൈറ്റിൽ. അപ്പോൾ അതിലുള്ള കുറേ പഠനങ്ങളാണ് ഇതൊക്കെ. അതായത് അദ്ദേഹം അതിൻ്റെ ഇപ്പോൾ ഡേവിഡ് എംബസ് അതിൻ്റെ കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇപ്പോൾ പിന്നെ കൂടുതലും സ്ത്രീകൾ ഇങ്ങനത്തെ ഹരാസ്മെൻറ്റ് അനുഭവിക്കും പബ്ലിക് സ്പേസിൽ, മീൻസ് ഫങ്ഷനിൽ, ഇവൻറ്റിൽ. അതിൽ പിന്നെ അത് എങ്ങനത്തെയെന്ന് വെച്ചാൽ അതിൽ ശരിക്കും പറയുന്നതെന്ന് വെച്ചാൽ അവരെ ബ്രസ്റ്റിൽ, ബട്ടക്സിൽ, ഈ സ്ഥലങ്ങളിലെല്ലാം ഒരു പിന്നെ മറ്റ് പുരുഷന്മാർ ടച്ച് ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് 16-നും 35-നും ഇടയിലുള്ള സ്ത്രീകൾക്കാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് വളരെ അട്രാക്റ്റീവായ ഔട്ട്ഫിറ്റ് ധരിച്ചവർക്കെതിരെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പുരുഷൻ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ പുരുഷനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റുകൾ അവൻ്റെ തലച്ചോറിൽ കൊടുക്കുന്ന ഒരു വിഷ്വൽ സ്റ്റിമുലി, അവൻ സെക്ഷുവലി അട്രാക്റ്റ് ആവുന്നൊരു ഇതുണ്ട്. പക്ഷേ അത് അവന് ഒരു സ്ത്രീയെ പോയി തൊടാനുള്ള ലൈസൻസ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇപ്പോൾ ഒരു ജെൻറ്റിൽമാൻ ബിഹേവിയർ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരാൾ ആക്ട് ചെയ്യൂല. പക്ഷേ പിന്നെ അത് നടക്കാനും നടക്കാതിരിക്കാനുള്ള ഒരേ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ സെൽഫ് കൺട്രോളാണ്. അത് നഷ്ടപ്പെടുന്ന ആളത് ചെയ്യും. അത് പിന്നെ അത് ചെയ്യും പിന്നെ എന്നുള്ളത് ഏതൊക്കെ പുരുഷന്മാർ ചെയ്യും ഏതൊക്കെ പുരുഷന്മാർ ചെയ്യൂല എന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നടത്തിയ ഒരു പഠനമുണ്ട്. അപ്പോൾ ഏതൊരു പുരുഷനെ നമുക്കൊരു പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റായിട്ട് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അതിലൊരു സ്റ്റഡി എന്ന് വെച്ചാൽ ഈ ഇത്ര പുരുഷന്മാരെ ഇരുത്തിയിട്ട് അവർക്കൊരു ഇത് കൊടുത്തിട്ട് അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മുമ്പിൽ ഒരു ചാൻസ് ഉണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്കൊരു പെണ്ണിനെ ഫോഴ്സ്ഫുള്ളി സെക്സിലേക്ക് കൊണ്ടുവരാം. ഈ വിവരം ആരും അറിയില്ല. ഇതിലൊരു കേസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകില്ല. നിങ്ങളുടെ കുടുംബമോ നാട്ടുകാരോ ആരും ഇതറിയാൻ പോണില്ല. നിങ്ങൾക്കെതിരെ ഒരു പ്രശ്നമോ നിങ്ങളുടെ സ്റ്റാറ്റസിനോ ഡിഗ്നിറ്റിക്കോ ഒന്നും വരാൻ പോണില്ല. ഇതിലൊരു മെഡിക്കൽ ഇഷ്യൂസോ ഒരു STDയോ ഒന്നും നിങ്ങൾക്ക് വരാൻ പോണില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ചെയ്യോ ഇല്ലേ എന്നുള്ളതാണ്. 35% പേര് എസ് ആണ് പറഞ്ഞത്, ചെയ്യും എന്നുള്ളത്. 35% എന്നുള്ളത് ആ നമ്പർ ചിലപ്പോൾ അത്ര വലുതായിരിക്കില്ല. പക്ഷേ ഒരു സൊസൈറ്റിയിൽ 100-ൽ 35 ആളും പൊട്ടൻഷ്യലി റേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇറ്റ്സ് അലാമിംഗ്ലി ഹൈ, നല്ലൊരു പെർസെൻറ്റേജ് ആണ്. അഥവാ നമ്മൾ കാണുന്ന 100 പുരുഷന്മാരിൽ 35 പുരുഷന്മാർ ഒരു പൊട്ടൻഷ്യലി റേപ്പ് ചെയ്യാൻ സാധ്യതയുള്ളവരാണ്. അത് ആര് ചെയ്യലും നമുക്ക് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പുരുഷൻ്റെ മുമ്പിലേക്ക് ഒരു സ്ത്രീ വരുമ്പോൾ അവളുടെ ഔട്ട്ഫിറ്റ് സ്വാഭാവികമായിട്ടൊരു പുരുഷനെ സെക്ഷുവലി പിന്നെ ഒരു ട്രിഗർ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഡേവിഡ് എംബസ് പറയുന്നൊരു കാര്യമുണ്ട്, പുരുഷൻ സെക്ഷുവലി ഓവർ പെർസെപ്ഷൻ ബയസ്ഡ് ആണ്. ഓവർ പെർസെപ്ഷൻ ബയസ്ഡ് എന്നാണ് അയാൾ പറയുന്നത്. സ്ത്രീ ആണെങ്കിൽ അണ്ടർ പെർസെപ്ഷൻ ബയസ്ഡ് ആണ് സെക്ഷുവൽ സൈക്കോളജിയിൽ പറയുന്നത്. ഓവർ പെർസെപ്ഷൻ ബയസ്ഡ് എന്ന് വെച്ചാൽ ഒരു പുരുഷന് ഒരു പെണ്ണിനെ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയാൽ ആ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഒരു സ്മൈലോ ഒരു നോട്ടോ കിട്ടിയാൽ സ്വാഭാവികമായിട്ട് ഈ പുരുഷൻ ചിന്തിക്കുന്നത് ഞാൻ അവളുമായി ഒരു സെക്ഷൽ എൻകൗണ്ടറിന് ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരു പുരുഷൻ്റെ തലച്ചോറ് അത് ആഗ്രഹിക്കും. അത് അവൾ തിരിച്ചും അത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികം അതിൻ്റെ മേലൊരു ആക്ട് ചെയ്യും. ചിലപ്പോൾ ആക്ട് ചെയ്യുമ്പോഴായിരിക്കും പിന്നെ അവിടെ നിന്നുള്ള റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എന്താ വെച്ചാൽ പുരുഷൻ ഒരു ഓവർ പെർസെപ്ഷൻ ബയസിലാണ് സെക്ഷൽ സൈക്കോളജിയിൽ എപ്പോഴും ചിന്തിക്കുക. പക്ഷെ ഒരു സ്ത്രീക്ക് ഒരിക്കലും അത് ഫീൽ ചെയ്യൂല. സ്ത്രീക്ക് ഒരിക്കലും ഒരു പുരുഷൻ്റെ ഭാഗത്തുനിന്ന് അത്തരം സംഗതികൾ ഫീൽ ചെയ്യേയില്ല. അതുകൊണ്ടാണ് മടിയിൽ കയറിയിരുന്നിട്ട് നമ്മൾ ഫ്രണ്ട്സാണ് എന്നൊക്കെ ഒരു പെണ്ണ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പെണ്ണിൻ്റെ സെക്ഷൽ സൈക്കോളജി എപ്പോഴും അണ്ടർ പെർസെപ്ഷൻ ബയസ്ഡാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു മാന് സിംഹത്തിൻ്റെ മടിയിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും വെജിറ്റേറിയൻ ആണ് എന്ന് പറയുന്നത് പോലെയാണ് ഒരു പെണ്ണ് ഒരു പുരുഷൻ്റെ മടിയിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാന്ന് പറയുന്നത്. കാരണം ആ ഫ്രണ്ടാണ് എന്നുള്ള ഫീൽ ഒരിക്കലും പുരുഷന് തോന്നൂല. അവനെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിൽ പല ഫീലിങ്സും ഉണ്ടാവും. ഇപ്പോൾ FMRI സ്കാനിങ് വെച്ച പഠനങ്ങളിൽ തന്നെ കുറേ സാധനമുണ്ട്. ഈ പുരുഷൻ്റെ ആ പെണ്ണിനെ കാണുമ്പോൾ പുരുഷൻ്റെ ഏതൊക്കെ ഭാഗമാണ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. അതൊന്ന് 2 ഭാഗങ്ങളാണ് പുരുഷൻ്റെ പിന്നെ ആക്റ്റീവ് ആകുന്നത് FMRI സ്കാനിങ്ങിൽ. ഒന്ന് വിഷ്വൽ സ്റ്റിമുലിയാണ്, വിഷ്വലി അതിനെ അട്രാക്റ്റ് ചെയ്യുന്ന സംഗതി. രണ്ടാമത് പീനൈൽ ഇറക്ഷനാണ്, അതായത് പുരുഷൻ ഇറക്ഷൻ അതിലുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ബയോളജിക്കൽ ഫാക്റ്റാണ്.
ലിബറൽ ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന സെക്ഷൽ റെവല്യൂഷണറി ആയിട്ടുള്ള എല്ലാ ഐഡിയോളജീസും പ്യുവർലി ആൻറ്റിബയോളജിയാണ്, ബയോളജിക്ക് എതിരാണ്. സെക്ഷൽ ലിബറേഷൻ സ്ത്രീകളെ വിമോചിപ്പിക്കുവാൻ സഹായകമാകും എന്നവകാശപ്പെട്ടിട്ടുള്ള ലിബറൽ ഫെമിനിസ്റ്റുകളുണ്ട് ഒരു വശത്ത്. മറ്റൊരു വശത്ത് സെക്ഷൽ ലിബറേഷൻ സ്ത്രീകളെ കൂടുതൽ അടിച്ചമർത്തത്തേ ഉള്ളൂ, സ്ത്രീകളെ കൂടുതൽ സബ്ജുഗേറ്റ് ചെയ്യുകയുള്ളൂ എന്ന് അവകാശപ്പെട്ടിട്ടുള്ള പോണോഗ്രഫി, മെൻ പൊസസിങ് വിമൻ എന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആൻഡ്രിയ ഡോർക്കിനെ പോലുള്ള റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ മറ്റൊരു വശത്തുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു വാദം എവിടെ വെച്ചാണ് അടിച്ചമർത്തപ്പെട്ടത്? അതായത് സ്ത്രീകളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പോണോഗ്രഫി എന്നുള്ളത് ഈ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇന്നത്തെ സമകാലികമായിട്ടുള്ള പിന്നെ ബുദ്ധിജീവികളുടെ ഇടയിലുള്ള വർത്തമാനങ്ങൾ അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ, അതിലൊന്നും ഈ ഒരു ആംഗിൾ കടന്നു വരുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കാം അത് വളരെ ഭംഗിയായി അവർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്? അത് പൂർണ്ണമായിട്ടും അടിച്ചമർത്തപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോഴും പിന്നെ ഈ രൂപത്തിൽ ഇവരുടെ സെക്ഷൽ റെവല്യൂഷണറി ആയിട്ടുള്ള ഈ പിന്നെ പറയുന്ന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെല്ലാം സ്ത്രീക്ക് അപകടമാണ് എന്ന് പറയുന്ന ഫെമിനിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഈ കുറച്ച് മുമ്പ് പുറത്തിറങ്ങിയൊരു ബുക്കാണ് ലാരി ഗോട്ട്ലെബ് എന്നാണ് അവളുടെ പേര്. പേരിൻ്റെ പ്രൊണൗൺസിയേഷൻ ലാരി ഗോട്ട്ലെബ്. മാരി ഹിം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. അതായത് അവരൊരു ഫെമിനിസ്റ്റ് ആയിരുന്നു. അവർ സിംഗിളാണ്. അതായത് അവർ പറയുന്നത് നമ്മളൊക്കെ ഫെമിനിസ്റ്റം പഠിപ്പിച്ചത് നിങ്ങൾ എന്തിന് കല്യാണം കഴിക്കണം, നിങ്ങൾ 20കളും 30കളും ഒക്കെ പല ഡേറ്റിങ്ങിന് വേണ്ടി പല ആളുകളുമായിട്ടുള്ള എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുക, നിങ്ങൾക്ക് എന്തിനും കുട്ടികളുണ്ടാവണം, നിങ്ങളെ കരിയർ നിങ്ങൾ നോക്ക്. ഇതൊക്കെ പറഞ്ഞിട്ട് അവർക്ക് 40 വയസ്സായപ്പോൾ ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിട്ട് അവർ പിന്നെ ഒരു ഹസ്ബൻഡിനെ തിരഞ്ഞിറങ്ങുകയാണ്. ആ ഹസ്ബൻഡിനെ തിരഞ്ഞിറങ്ങുമ്പോൾ അവർക്കൊരു ലോങ് ടൈം കമ്മിറ്റ്മെൻറ്റിൽ ഒരു പാർട്ട്ണർ വേണം. പക്ഷെ അവർക്ക് കിട്ടണില്ല. കാരണം ലേറ്റ് 40s നോക്കുമ്പോൾ അവർ അപ്രോച്ച് ചെയ്യുന്ന പുരുഷന്മാർക്കെല്ലാം വേണ്ടത് യങ്ങായിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ടും പുരുഷന്മാർക്ക് കൂടുതലും വേണ്ടത് പോലെ യങ്ങായിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രഗിള് അവൾ പിന്നെ ഈ സ്ത്രീ ഒരു പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട്, മാരി ഹിം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ 3rd ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ തന്നെ ഹൗ ഫെമിനിസം FUCK മൈ ലൈഫ് എന്നാണ്. അപ്പോൾ പിന്നെ ആ രൂപത്തിലുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൽ അവർ ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. ലേറ്റ് 40s സിംഗിൾസ് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർക്ക് ഒരു ഹസ്ബൻഡിനെ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിൽ ഒരാളെ നോക്കിയിട്ട് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ അവരതിൽ ഒരുപാട് വിവരിക്കുന്നുണ്ട്. അവരൊരു പിന്നെ ഇപ്പോൾ ഒരു ഫാമിലി സൈക്കോ തെറാപ്പിസ്റ്റാണ്, പിന്നെ കൗൺസിലറാണ്, ഒരു എഴുത്തുകാരിയാണ്, 2-3 പുസ്തകങ്ങൾ നാഷണൽ ബെസ്റ്റ് സെല്ലറാണ്. പിന്നെ അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് മെൻസ് ഹെൽത്ത് മാഗസിനിൽ 2020 ഒരു UK മെൻസ് ഹെൽത്ത് മാഗസിനിൽ വന്ന ഒരു ആർട്ടിക്കിൾ, പിന്നെ ഹൗ സേഫ്ലി യു ക്യാൻ ഡു ബ്രീത്ത് പ്ലേ, ഇത് BDSM ചോക്കിങ്ങും സ്ട്രാങ്കുലേഷനൊക്കെ നിങ്ങൾക്ക് സേഫായിട്ട് എങ്ങനെ, ഇറ്റ്സ് എ സീരീസ് ഓഫ് ആർട്ടിക്കിൾ ഒരു മെൻസ് ഹെൽത്ത് മാഗസിനിൽ വന്നതാണ്. അപ്പോൾ പിന്നെ ഇത് BDSM അറിയാലോ, പിന്നെ അതായത് BDSMൽ സത്യത്തിൽ സംഭവിക്കുന്ന അതിൻ്റെ ഡൊമിനേഷൻ, സബ്മിഷൻ, അതുപോലെ ഈ സാഡിസം, മാസോജിസം, ഈ സംഗതികൾ ഇതിൽ കൂടുതലും വരുന്ന സ്ട്രാങ്കുലേഷൻ, ചോക്കിങ്, ഈ ബ്രീത്ത്, അതായത് സെക്സ് ചെയ്യുന്നത് ഈ കഴുത്ത് പിടിച്ച് ഞെരുക്കിയിട്ട് ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥയിൽ കഴുത്തിൽ കയറിട്ട് മുറുക്കിയിട്ട്, പിന്നെ ഇതൊക്കെയാണ് ഈ BDSM ഇപ്പോൾ വളരെ പോപ്പുലറാണ്. കിങ് ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റികളിലെല്ലാം ക്ലബ്ബുകളുണ്ട്. ഇപ്പോൾ ഹവാർഡിൽ വരെ, ഏറ്റവും ലാസ്റ്റ് ഹവാർഡിൽ വരെ ക്ലബ്ബ് തുടങ്ങിയത് ഭയങ്കര വാർത്തയായിരുന്നു ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഈ മെൻസ് ഹെൽത്ത് മാഗസിനിൽ ഈ ആർട്ടിക്കിൾസ് സീരീസ് ആയിട്ട് വന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ മുന്നിൽ നിന്നൊരാൾ ഒരു പെണ്ണാണ്, ലോറ ഫാരിസ് എന്ന് പറഞ്ഞ UK ഒരു MP ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്, ഇതിനെതിരെയൊക്കെ പ്രതികരിക്കുന്ന ആളുകൾ. പക്ഷേ അവർക്കെതിരെ ഭയങ്കരമായ ഫെമിനിസ്റ്റ് അറ്റാക്ക് ഉണ്ടായി ആ സമയത്ത്. അപ്പോൾ ഇന്ന് ഏറ്റവും വലിയൊരു ഫെമിനിസ്റ്റ് ഓതറും പിന്നെ സെക്സ് എഡ്യൂക്കേറ്ററുമായ ജിജി ഏങ്കിൾ, ഭയങ്കര ഒരു സെക്സ് എഡ്യൂക്കേറ്റർ ഫെമിനിസ്റ്റൊക്കെയാണ്. ഇവർക്കെതിരെയൊക്കെ ഭയങ്കരമായ ഇതൊക്കെ ചെയ്തിരുന്നു. അവർ പറഞ്ഞത് എന്താ വെച്ചാൽ പിന്നെ ഈ BDSM, സ്ട്രാങ്കുലേഷനും ചോക്കിങ്ങും എല്ലാം നമുക്ക് വളരെ ഫണ്ണായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സെക്ഷൽ ആക്ടിവിറ്റിയാണ്. പക്ഷേ പ്രശ്നം 2020 തന്നെ നമ്മൾ പിന്നെ കണക്കെടുത്ത് നോക്കുമ്പോൾ 67 ആളുകൾ ഈ സെക്ഷൽ ഗെയിം പ്ലേയിൽ മരണപ്പെട്ടവരുണ്ട്. അതിൽ 60 പേരും സ്ത്രീകളാണ്. ആ സ്ത്രീകൾ മരണപ്പെട്ടതിൽ അവരെ മേറ്റിംഗ് പാർട്ട്ണർ ആണുങ്ങളാണ്. അഥവാ ഇതൊക്കെ മരിക്കുന്നത് ഇത്തരം
ആക്ടിവിറ്റിയിലൂടെ. കാരണം ഇതൊന്നും പിന്നെ കോടതിയിലൊന്നും ഒന്നും പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എല്ലാം വിത്ത് കൺസെൻ്റാണ് BDSM ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് നടക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഈ BDSM ആക്ടിവിറ്റിയിലെല്ലാം ഇനിയിപ്പോൾ പെട്ടെന്നൊരു മരണം ഉണ്ടായില്ലെങ്കിലും ഈ ബ്രീത്തിങ് ഇതൊക്കെ ചെയ്യുമ്പോൾ, സ്ട്രാങ്കുലേഷനൊക്കെ ചെയ്യുമ്പോൾ തലച്ചോറിൽ മൈൽഡായിട്ടുള്ള ഡാമേജുകളും ഇതൊക്കെ സംഭവിക്കും. അതൊക്കെ പിന്നീട് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന സംഗതിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ സ്ത്രീകൾ സ്വയം താല്പര്യം എടുത്ത് വന്ന് ചെയ്യുകയാണ്. അവരതിലേക്ക് അത്രയും മോട്ടിവേറ്റ് ചെയ്യപ്പെടുകയാണ്. ഈ ബർത്ത് ഔട്ട്സൈഡ് വെഡ്ലോക്ക് യഥാർത്ഥത്തിൽ അത്രയും വലിയൊരു പ്രശ്നമാണെന്ന് എങ്ങനെയാണ് നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി കാണിച്ചു കൊടുക്കാൻ കഴിയുക? ഇപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന് ഇതിൽ ഇപ്പോൾ ഈ സെക്സിന് പിന്നെ പ്രോക്രിയേഷനും ഉണ്ട്, പ്ലഷറും ഉണ്ട്. പ്രോക്രിയേഷന് പിന്നെ സെക്സ് ആവശ്യമില്ല എന്നുള്ളിടത്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡയമെൻഷൻ പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സ്പേം ബാങ്കിൽ നിന്ന് സ്പേം എടുത്ത് കൺസീവായിട്ട് പ്രസവിച്ച് സിംഗിൾ മദേഴ്സായിട്ട് പോകുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളുടെ ഒരു നിര കൂടി വരുന്നുണ്ട്. അവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് കുട്ടിക്ക് കിട്ടേണ്ട പാരൻറ്റിങ്ങിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു ഹ്യൂമൻ ബീങ് നർച്ചർ ചെയ്ത് വരാൻ ഒരു മെയിൽ പാരൻറ്റ് ഫീമെയിൽ പാരൻറ്റിൻ്റെ നർച്ചറിങ് ആവശ്യമാണ്. അത് മിസ്സിങ് ആവുന്നുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ കുട്ടികളിലുണ്ടാവും. പിന്നെ വേറൊന്ന് എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഇല്ലാതെ, അതായത് ഇപ്പോൾ നമുക്കൊരു സെക്ഷൽ പ്ലഷർ വേണമെങ്കിൽ അതിനൊരു ഫാമിലിൻ്റെ ആവശ്യമില്ല എന്നും, എനിക്കൊരു കുട്ടി ഉണ്ടായാൽ അതെൻ്റെ കരിയറിനെ ബാധിക്കും, എൻ്റെ ഫ്രീഡത്തിനെ ബാധിക്കുമെന്നും, അത് അങ്ങനെ ഇല്ലാതെ പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ശ്രിങ്കോണോമിക്സ് എന്നുള്ളൊരു ടേം ഉണ്ട്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കോയിൻ ചെയ്ത ടേമാണ്. ശ്രിങ്കോണോമിക്സ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഷ്രിങ്ക് ആണെന്നനുസരിച്ച് ഇക്കണോമി കൊലാപ്സ് ആവുന്നതാണ്. ഒരു നാഷൻ്റെ ഇക്കണോമി കൊലാപ്സ് ആവുന്നതാണ് ശ്രിങ്കോണോമിക്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജപ്പാനിലെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ, ജപ്പാനിൽ 28% പോപ്പുലേഷനും 65+ ആണ്. അതായത് അവിടുത്തെ മീഡിയൻ ഏജ്, ഡെമോഗ്രാഫിക് ഇൻഡെക്സിലെ മീഡിയൻ ഏജ് പറഞ്ഞാൽ ആവറേജ് ഏജ് 49 ആണ്. അതായത് അവിടെ കൂടുതലും വയസ്സന്മാരാണുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് എന്നുള്ളത് ഇപ്പോൾ CNBC പോലത്തെ ചാനലുകളിലൊക്കെ ഇപ്പോൾ ജപ്പാൻ യൂണിവേഴ്സിറ്റിയിൽ, അതേപോലെ തന്നെ ടോക്കിയോ ടെമ്പിൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അവർ പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് എൻ്റെ പേഴ്സണൽ ഫ്രീഡം ഉണ്ട്, എൻ്റെ കരിയറിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു ഫാമിലി ലൈഫിലേക്ക് സെറ്റിലാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഈ പെൺകുട്ടികൾ പറയുന്നത്. ഞാൻ ഉടനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കല്യാണം എൻ്റെ കരിയറിനെ നശിപ്പിക്കും. ഇങ്ങനെയാണ് അവർ ഓപ്പണായിട്ട് പറയുന്നത്. പക്ഷെ ഇത് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ, രാജ്യത്ത് പുതിയ കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നു, സ്ത്രീകൾ വിവാഹം കഴിക്കുന്നില്ല, കുട്ടികളില്ലാതിരിക്കുന്നു എന്ന അവസ്ഥ വയസ്സായ ആളുകൾ, ഓൾഡ് ഏജ് ആയ ആളുകളുടെ പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷൻ കൂടുന്നു. അതേസമയം യങ് ആയിട്ടുള്ള ആളുകളുടെ പെർസെൻറ്റേജ് കുറയുന്നു. സ്വാഭാവികമായിട്ട് ഒരു രാജ്യത്തിൻ്റെ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹ്യൂമൻ റിസോഴ്സ് അവിടെ വർക്ക് ചെയ്യണം. ഈ ഹ്യൂമൻ റിസോഴ്സ് വർക്ക് ചെയ്യുന്നത് യങ് ആയിട്ടുള്ള ജനറേഷനിലാണ്. ഈ ഓൾഡ് ഏജ് ആയ ആളുകളെ സത്യത്തിൽ അവരിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നില്ല. അതേസമയം അവരുടെ കാര്യങ്ങൾ സ്റ്റേറ്റ് നോക്കും വേണം. ഫാമിലി ഇല്ലെങ്കിൽ തന്നെ സ്റ്റേറ്റ് തന്നെ നോക്കണം, അവർക്കുള്ള പെൻഷന് കാര്യങ്ങൾ, വെൽഫെയർ, ഇതൊക്കെ. അതേസമയം യങ് ആയിട്ടുള്ള ജനറേഷൻ വർക്ക് ചെയ്താലേ രാജ്യത്തിന് ടാക്സ് കിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് ഒരു രാജ്യത്ത് യങ്ങസ്റ്റ് പോപ്പുലേഷൻ കുറയുന്നു എന്ന് പറയുമ്പോൾ അവർക്കുള്ള ടാക്സ് കിട്ടുന്നത് കുറയുകയും ചെയ്യുന്നു, അവരുടെ സ്പെൻഡിങ് ഓൾഡ് ഏജ് പീപ്പിളിൽ കൂടുകയും ചെയ്യുന്നു. ജപ്പാനിൽ കുറേ കാലമായിട്ട് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ജപ്പാൻ്റെ പ്രസിഡൻറ്റ് ഫുമിയോ കിഷിദ അവർ പറഞ്ഞൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ജപ്പാൻ എന്നുള്ള രാഷ്ട്രം ഒരു തകർച്ചയുടെ വക്കിലാണ്. നാളെ ഈ രാഷ്ട്രം തന്നെ ഉണ്ടാവുമോ നമുക്കറിയില്ല ഭൂപടത്തിൽ. അതുകൊണ്ട് നമുക്കൊരു ചൈൽഡ് ഫസ്റ്റ് ഇക്കണോമിയാണ് ഇനി മുതൽ നമുക്ക് വേണ്ടത്. നമുക്ക് കൂടുതൽ കുട്ടികൾ ഉണ്ടാവണം. ഇവിടെ കുട്ടികളുണ്ടായാലേ ഈ പോപ്പുലേഷൻ ക്രൈസിസ് നമുക്ക് നികത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്താ, ഒരു രാജ്യം മുഴുവനായിട്ട്, അതായത് സ്ത്രീകൾ വിവാഹം കഴിക്കുന്നില്ല, അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നത് എത്തിപ്പെടുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ, ഒരു രാജ്യം ടോട്ടലായിട്ട് ഒരു കൊലാപ്സിലേക്ക് പോവുകയാണ്, ഒരു ഇക്കണോമിക് കൊലാപ്സിലേക്ക്. ഇതേ സിറ്റുവേഷൻ തന്നെ ചൈനയിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇപ്പോൾ ഈ അടുത്ത് നടന്ന വിമൺ കോൺഗ്രസ് വന്ന് പറഞ്ഞു, സ്ത്രീകളെ നിങ്ങൾ എല്ലാവരും വിവാഹം കഴിക്കണം, നിങ്ങൾ കൂടുതൽ പ്രസവിക്കണം എന്ന് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അവരോട് പറയാണ്. ഒരു കുറേ കാലം വൺ ചൈൽഡ് പോളിസി ആയിരുന്നു. 1970 തൊട്ട് വൺ ചൈൽഡ് പോളിസിയാണ്. 2010 അവർ 2 ചൈൽഡാക്കി, 2016 3 ചൈൽഡാക്കി. ഇപ്പോൾ അവർ ആകെ കൊലാപ്സിൻ്റെ സ്റ്റേജിലാണ്. കാരണം അവിടെ ഇതേപോലെ തന്നെ യങ് പോപ്പുലേഷൻ കുറയാണ്. നമ്മൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. അതായത് വേൾഡ് പോപ്പുലേഷൻ ഇതേപോലെ നെക്സ്റ്റ് ജനറേഷനിൽ നിലനിൽക്കണമെങ്കിൽ
ഒരു സ്ത്രീ 2.1 കുട്ടികളെ പ്രസവിക്കണം എന്നാണ് ആവറേജ് കണക്ക്. അതാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. അപ്പോൾ ഇത് വേൾഡിൽ മൊത്തമുള്ളൊരു ആവറേജ് റേറ്റ് ആണ്. അപ്പോൾ ജപ്പാനിൽ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 1.3 ആണ്. അതായത് ഒരു സ്ത്രീ 1.3 കുട്ടികളെ അവിടെ പ്രസവിക്കുന്നുള്ളൂ. അത് ഡിക്ലൈൻ ആയിട്ട് വരികയാണ്. അത് ഇനി 1 ആവും, അതിലും താഴെ ആവും. ചൈനയിൽ 1.2 ആണ്. നമ്മൾ കേരളത്തിലേക്ക് നോക്കുമ്പോൾ കേരളത്തിൽ ഒരു സ്ത്രീ 2.1 കുട്ടികളെ പ്രസവിക്കേണ്ടടുത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് ഫാമിലി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സെൻട്രൽ ഗവൺമെൻറ് കണക്കനുസരിച്ച് 1.8 ആണ്. അതായത് 1.8 കുട്ടികളെ പ്രസവിക്കുന്നുള്ളൂ. ഇതും കുറഞ്ഞു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഫേസ് ചെയ്യാൻ പോകുന്നൊരു പ്രശ്നം അതാണ്. കാരണം ആളുകൾ പിന്നെ എൻ്റെ ഫ്രീഡം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരിയറും മറ്റുള്ളതിലേക്കും മാത്രം പോകുമ്പോൾ, ജോലിയിലേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഫാമിലിയെ അവർ ഒഴിവാക്കുകയാണ്. അവരെ പ്രിയോറിറ്റിയിൽ നിന്ന് ഫാമിലി എന്നുള്ളത് മാറുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ഈ അടുത്ത് നടത്തിയ കേരളത്തിലെ മാട്രിമോണിയൽ സൈറ്റുകളിൽ നടത്തിയ ഒരു സർവേ ഉണ്ട്. ഒരു ഡോക്ടർ AF നിതിൻ, പിന്നെ ഒരു സൈക്കാട്രിസ്റ്റാണ്, ആളാണ് നടത്തിയത്. അപ്പോൾ ആൾ ഈ സർവേ നടത്തിയപ്പോൾ കേരളത്തിലൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു മാട്രിമോണിയൽ സൈറ്റിലാണ് നടത്തിയത്. അതായത് ഓൾമോസ്റ്റ് ഒരു 3% മാത്രമേ പിന്നെ സ്ത്രീകൾ അതിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ളൂ. അതായത് ഒരു മാരേജ് പ്രപ്പോസലിന് വേണ്ടിയിട്ട്. അഥവാ 100 പുരുഷന്മാർക്ക് പകരമായിട്ട് അപ്പുറത്ത് 3 സ്ത്രീകളെ എന്ത് ചെയ്യുന്നുള്ളൂ, രജിസ്റ്റർ ചെയ്യും. 97 പുരുഷന്മാർക്കും എന്തില്ല, സത്യത്തിൽ അതിൽ നോക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതൊക്കെ ഈ ഒരു ലിബറൽ ഒരു ഫ്രീഡത്തിൻ്റെ ഒരു ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായി സ്ത്രീകൾ വിവാഹം ഒരു പ്രശ്നമാണ്, എനിക്ക് വിവാഹം വേണ്ട, അല്ലെങ്കിൽ ഞാനിപ്പോൾ വിവാഹം കഴിക്കുന്നില്ല, എനിക്കെൻ്റെ കരിയറാണ് വലുത് എന്ന് നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ ജപ്പാനിലെ സ്ത്രീകൾ പറയുന്നത് കേട്ടത്, അതേപോലത്തെ ഒരു മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് വിവാഹം ഡിലേ ആക്കുന്നു. ആ വിവാഹം ഡിലേ ആക്കുന്നതിന് എത്തിപ്പെടാൻ പോകുന്നത് ഇത്തരം കുറേ പ്രശ്നങ്ങളിലേക്കാണ്. മാത്രമല്ല, എത്രത്തോളം സ്ത്രീകൾ വിവാഹം കഴിക്കാതിരിക്കുന്നു, പ്രത്യേകിച്ച് അവരുടെ ഏറ്റവും ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഒരു 16 മുതൽ 35 വരെയുള്ള ഏജ്. ഈ ഏജിലാണ് പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതൽ അവർ ആവശ്യമുള്ളതും. അത് കഴിഞ്ഞാൽ അവർ ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ബാർ ഡാൻസേഴ്സിനെ നോക്കുകയാണെങ്കിൽ, പിന്നെ ഈ ചിയർ ഗേൾസിനെ നോക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ നോക്കുകയാണെങ്കിൽ, ഏത് രംഗത്തും പുരുഷന് ഡിമാൻഡുള്ള സ്ത്രീകളെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ഈ ഏജിലുള്ളതായിരിക്കും. കാരണം ഈ ഏജിൽ അവരെല്ലാവർക്കും ആവശ്യം ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നേരത്തെ പറഞ്ഞ ലേറ്റ് ഒരു 40s എത്തുമ്പോൾ പിന്നെ അവർക്ക് ആവശ്യം, പിന്നെ അവർ ലോൺലിനെസ്സിലേക്ക് പോകും. അപ്പോൾ സത്യത്തിൽ ഇതുണ്ടാക്കുന്നത് ഒന്ന് സ്ത്രീനെ നശിപ്പിക്കുന്നു, ഫാമിലിൻ്റെ പുറത്ത് സിംഗിളായിട്ടുള്ള സ്ത്രീകളെ മാർക്കറ്റിലേക്ക് കിട്ടുന്നു. കാരണം സ്ത്രീകൾക്കുള്ളൊരു ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ ഒരു മെയ്റ്റിംഗ് ഇൻഡസ്ട്രിയിൽ സ്ത്രീക്കുള്ളൊരു ഡിമാൻഡ് ഉണ്ട്. ഈ പുരുഷൻ അവിടെ ബയ്യറും സ്ത്രീ അവിടെ ഒരു സെല്ലറുമാണ്. അതുകൊണ്ടുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ബ്രോതൽസൊക്കെ നോക്കുമ്പോൾ, റെസ്ട്രീറ്റ്സൊക്കെ നോക്കുമ്പോൾ, ലോകത്ത് മുഴുവൻ പ്രോസ്റ്റിറ്റ്യൂഷൻ നോക്കിയാലും 99% ഫീമെയിൽസും, ഒരു 1% അതിൽ താഴെ എന്തുള്ളൂ, മെയിലുള്ളൂ. കാരണം പുരുഷൻ അവിടെ ബയ്യറായിട്ട് അവിടെ റെഡിയാണ്. ആ ഡിമാൻഡ് മാർക്കറ്റിൽ എപ്പോഴും ഉണ്ട്. സ്ത്രീ സെല്ല് ചെയ്യാനുണ്ടാവുന്നത് ആ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുരുഷൻ്റെ ഡിമാൻഡിനനുസരിച്ച് സ്ത്രീയെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്ത്രീകൾ വിവാഹത്തിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ അത്രയും പുരുഷൻ്റെ ഡിമാൻഡുകൾ പൂർത്തീകരിക്കപ്പെടാൻ അവിടെ പെണ്ണുങ്ങളെ കിട്ടുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഇതിൻ്റെ ഈ ലിബറൽ സൊസൈറ്റിയിലേക്ക് പോകുമ്പോഴുള്ള വശങ്ങളാണ്. ഇപ്പോൾ SOI സ്കെയിൽ എന്ന് പറഞ്ഞ സ്കെയിലുണ്ട്. ഇപ്പോൾ സോഷ്യോ സെക്ഷൽ ഓറിയൻറ്റേഷൻ ഇൻവെൻട്രി സ്കെയിൽ, SOI സ്കെയിൽ. ഈ SOI സ്കെയിലിൽ നമ്മൾ ആ SOI സ്കെയിൽ അതിൽ കുറേ ക്വസ്റ്റ്യനെയറാണ്. അത് ഒരുപാട് സ്ഥലത്ത് അത് ഉപയോഗിച്ച് സർവേ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സർവേകളിലെല്ലാം വരുന്ന ഇതിൻ്റെ റിപ്പോർട്ട് വരിക ഒരു ലോ സ്കോറും ഒരു ഹൈ സ്കോറുമാണ്. അതിൻ്റെ ഇടയിലുള്ള ചില മീഡിയം സ്റ്റേജുകളുണ്ട്. അപ്പോൾ ഈ ലോ സ്കോർ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലോ സ്കോർ സൂചിപ്പിക്കുന്നത് അവിടെ എത്തുന്ന ആളുകൾ അവർ കൂടുതലും ലോങ് ടേം റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുകയും കാഷ്വൽ സെക്സ് ഇഷ്ടപ്പെടാത്ത ആളുകളും അതേപോലെ തന്നെ കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ലോ സ്കോറിലെത്തുന്നവർ. ഹൈ സ്കോറിലെത്തുന്നവരെന്ന് വെച്ചാൽ അവർ കൂടുതലും പിന്നെ കമ്മിറ്റഡ് അല്ലാത്ത റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുകയും കാഷ്വൽ സെക്സ് കൂടുതൽ ഇഷ്ടപ്പെടുകയും ഷോർട്ട് ടേം റിലേഷൻഷിപ്പ് മാത്രം ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ ഹൈ സ്കോറിലെത്തുക. ഈ സർവേ നടത്തുന്ന സ്ഥലങ്ങളിൽ എല്ലാം ഹൈ സ്കോറിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത് പുരുഷന്മാരും ലോ സ്കോറിൽ ഏറ്റവും കൂടുതൽ എത്തുന്നത് സ്ത്രീകളുമാണ്. ഇപ്പോൾ സ്ത്രീ ബയോളജിക്കലി സൈക്കോളജിക്കലി അവൾ ഒരിക്കലും ഒരു
കാഷ്വൽ സെക്സോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻ്റ് അല്ലാത്ത റിലേഷൻഷിപ്പോ ഒരു ഷോർട്ട് ടേം റിലേഷൻഷിപ്പോ അവൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു പുരുഷൻ എപ്പോഴും, പുരുഷൻ്റെ താല്പര്യം എപ്പോഴും എന്താണെന്ന് വെച്ചാൽ അവന് ഒരു വൺ നൈറ്റ് സ്റ്റാൻഡ്, അതേപോലെ തന്നെ കാഷ്വൽ സെക്സ്, പിന്നെ ഈ ഷോർട്ട് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതിലേക്കൊക്കെയാണ് അവൻ്റെ താല്പര്യം. അപ്പോൾ സത്യത്തിൽ ഇവിടെ മാർക്കറ്റിൽ, ഒരു മെയ്റ്റിംഗ് ഇൻഡസ്ട്രിയിൽ മാർക്കറ്റിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുരുഷൻ്റെ ഈ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്ത്രീയെ കിട്ടാനില്ലാത്തപ്പോൾ ഈ ലോ സ്കോറിലുള്ള സ്ത്രീകളെ മോട്ടിവേറ്റ് ചെയ്ത് പുരുഷൻ്റെ താല്പര്യങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് സത്യത്തിൽ ലിബറൽ ഫെമിനിസം ഇന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി. അതിന് അവളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അവൾ അതിനനുസരിച്ച് റെഡി ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുരുഷൻ്റെ ഷോർട്ട് ടേം മെയ്റ്റിങ്ങിലേക്ക് പുരുഷൻ പ്രിഫർ ചെയ്യുന്ന ചില സംഗതികളുണ്ട്. അത് വളരെ അട്രാക്റ്റീവായ ഗ്ലാമറസ് ആയ ഡ്രസ്സ് ധരിച്ച നല്ല സ്ട്രക്ചറുള്ള, അതിൽ അവളുടെ ബിഹേവിയറോ അവളൊരു പ്രോമിസ്ക്യൂസ് ആയിട്ടുള്ള ഒരു ബിഹേവിയറുള്ള ആളാണെങ്കിലോ അല്ലെങ്കിൽ അവൾക്ക് വേറെ എത്ര റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലോ അതൊന്നും അതിലൊരു പ്രശ്നമല്ല, അതൊന്നും അവന് നോക്കില്ല. കാരണം അവൾ അട്രാക്റ്റീവ് ആണോ, അവളെ ഒരു ഫിസിക്കൽ സ്ട്രക്ചർ അട്രാക്റ്റീവ്നെസ് മാത്രമാണ്. അപ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിൽ നമ്മൾ ഒരുങ്ങിപ്പോകുമ്പോൾ സത്യത്തിൽ അങ്ങനെ പുറത്തിറങ്ങുന്ന ഒരു സ്ത്രീ സത്യത്തിൽ ചെയ്യുന്നത് ഈ പുരുഷൻ്റെ ഷോർട്ട് ടേം മെയ്റ്റിങ്ങിനുള്ള ലിസ്റ്റിലേക്ക് ഞാൻ റെഡിയാണ് എന്ന് എൻ്റെ ബിഹേവിയറിലൂടെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം പുരുഷനൊരു ലോങ് ടേം ലിസ്റ്റ് ഉണ്ട്. ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് റിലേഷൻഷിപ്പിലേക്ക് ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ ലിസ്റ്റ് എന്ന് വെച്ചാൽ അത് പിന്നെ നല്ല മോഡസ്റ്റായ ഒരു നല്ല കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്ന, അത്യാവശ്യം ബുദ്ധിയുള്ള, ഇങ്ങനെയൊക്കെ അതിനൊരു കണക്കുണ്ട്. പിന്നെ ഒരു 5 സാധനങ്ങൾ സൈക്കോളജിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരാളാണ്. അതിലേക്കൊരിക്കലും എന്ത് ചെയ്യുന്നില്ല ലിബറൽ ഫെമിനിസ്റ്റുകൾ നമ്മളെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നില്ല, മോട്ടിവേറ്റ് ചെയ്യണില്ല. അപ്പോൾ സത്യത്തിൽ മെയിൽ ഇൻട്രസ്റ്റിനെ താല്പര്യപ്പെടുത്തുന്ന വിധത്തിൽ പെണ്ണിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി. നമ്മൾ പലപ്പോഴും കരിയർ വേഴ്സസ് കരിയറിസത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. എന്താണ് കരിയറിസത്തിന് ഇതിലുള്ള ഇൻഫ്ലുവൻസ്? ഇപ്പോൾ മുതലാളിത്തത്തിന് നല്ല ഒരു സ്വാധീനം ഇതിലെന്തായാലും ഉണ്ടാവുമല്ലോ. സ്ത്രീകൾ എടുക്കുന്ന തീരുമാനങ്ങളെ മോഡിഫൈ ചെയ്യാനായി അവരെ ഒരു തരത്തിൽ കമ്മോഡിഫൈ ചെയ്ത്, ഒബ്ജക്റ്റിഫൈ ചെയ്ത്, വസ്തുവൽക്കരിച്ച് മെയിൽ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് രൂപാന്തരം വരുത്താനായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാവുമല്ലോ. അതിനെങ്ങനെയാണ് നോക്കുകയാണെന്ന്? കരിയറിസം എന്ന് പറയുമ്പോൾ ഒരു പ്രിയോറിറ്റിയാണ് അവിടെ പ്രശ്നം വരുന്നത്. അതായത് നമ്മൾ എങ്ങനെ പ്രിയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ നമ്മളൊക്കെ ശരിക്ക് ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസിലാണ് ജീവിക്കുന്നത്. നമ്മൾ ജനിക്കുമ്പോൾ ഡിപ്പെൻഡൻസിലാണ്. നമ്മൾ ഒരു 12 വയസ്സിൽ നമ്മൾ ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡൻസാണ്, നമ്മൾ പാരൻസിനോടൊക്കെ ഡിപ്പെൻഡൻസാണ്. പക്ഷെ ഒരു അഡോളസൻസിലേക്ക് എത്തുമ്പോൾ നമ്മളൊരു ഇൻഡിപെൻഡൻസിലേക്ക് പോകും. നമ്മൾ ഈ പാരൻസിൻ്റെ കൺട്രോളിൽ നിന്നൊക്കെ ഒരു കൊതറി മാറാനും ഒരു ഡിറ്റാച്ച്മെൻറ്റിലേക്കൊക്കെ പോകുന്നൊരു സ്റ്റേജാണ് അഡോളസൻസ് എന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് മാറി നമ്മൾ പിന്നീട് നമ്മളൊരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്, ഒരു മെച്യൂരിറ്റി കുറഞ്ഞ സ്റ്റേജാണ്. പിന്നെ നമ്മളൊരു അഡൾട്ട് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു സോഷ്യലൈസേഷൻ ഡൈനാമിക്സ് ഒക്കെ പഠിച്ചിട്ട് നമ്മളൊരു ഇൻ്റർ ഡിപ്പെൻഡൻസിലേക്ക് പോവുകയാണ്. കാരണം സൊസൈറ്റിയുമായിട്ടുള്ളൊരു ഇൻ്റർ ഡിപ്പെൻഡൻസിൽ ഞാൻ ജീവിക്കണം എന്നുള്ളതാണ്. സൊസൈറ്റിയിൽ കുറേ നോംസുകളുണ്ട്, റൂൾസിൻ്റെ പുറമുള്ള നോംസുകളുണ്ട്. ഇപ്പോൾ റൂൾസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് സിഗരറ്റ് വലിച്ചാൽ അത് ബൈ റൂൾ അതൊരു ഒഫൻസാണ്. പക്ഷേ അതാർക്കും ചിലപ്പോൾ അത്ര വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാകുമല്ലോ. പക്ഷേ ഒരു പോലീസ് കണ്ട ഫൈൻ അടക്കും, അത് എഗെയിൻസ്റ്റ് റൂളാണ്. പക്ഷേ ഞാൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഷർട്ട് ഇടാതെ ഇങ്ങനെ നിന്നാൽ, ഒരു ബാഗൊക്കെ പിടിച്ചിട്ട് ഷൂ ഒക്കെ ഇട്ട് ഷർട്ട് ഇട്ടിട്ടില്ല ഇങ്ങനെ നിന്നാൽ അതൊരു ഒഫൻസ് അല്ല. പക്ഷെ അത് കണ്ടു നിൽക്കുന്നവർക്ക് ഭയങ്കര ഡിസ്ഗസ്റ്റിംഗ് ആണ്. ഇത് എന്താ ഒരു പ്രശ്നമുള്ള പോലെ ഫീൽ ചെയ്യും. അതൊരു നോമിനെതിരാണ്. അപ്പം അങ്ങനെ കുറേ നോംസ് ഉണ്ട് സൊസൈറ്റിയിൽ. അപ്പോൾ നമ്മളതൊക്കെ പഠിക്കുന്നത് ഈ ഇൻ്റർ ഡിപ്പെൻഡൻസിലൂടെയാണ്. സത്യത്തിൽ ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന ഈ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഈഗോ സെൻട്രിക്കാണ്. ഇവർ ഈ ഇൻഡിപെൻഡൻസ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. കാരണം ഈ ഇൻഡിപെൻഡൻസിലുള്ള കുറേ വ്യക്തികൾ കൂടുന്നതാണ് സത്യത്തിൽ ഒരു ഈഗോ സെൻട്രിക് സൊസൈറ്റി ആവുന്നത്. ഈഗോ സെൻട്രിക് സൊസൈറ്റിയിൽ വ്യക്തിയാണ് സൊസൈറ്റിൻ്റെ സെൻറ്റർ, സൊസൈറ്റി അതിൻ്റെ താഴെയാണ്. അപ്പോൾ ഇവൻ ചിന്തിക്കുന്നത് എൻ്റെ ആഗ്രഹങ്ങൾക്കെല്ലാം ഒന്നും സമൂഹം എതിര് നിൽക്കരുത്, എനിക്കതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. പക്ഷെ അതേസമയം ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് ആയൊരു സൊസൈറ്റി, അത് സോഷ്യോ സെൻട്രിക് സൊസൈറ്റിയാണ്. ഈ സോഷ്യോ സെൻട്രിക് സൊസൈറ്റിയിൽ ശരിക്കും സൊസൈറ്റിയാണ് മുമ്പിൽ നിൽക്കുക. ഒരു ഇൻഡിവിജ്വൽ എന്ത് തീരുമാനം എടുക്കുമ്പോഴും സൊസൈറ്റിൻ്റെ നോംസും കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് മാത്രം, സൊസൈറ്റിയെ പരിഗണിച്ചുകൊണ്ടാണ് അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവിടെ നടപ്പിലാക്കുകയുള്ളൂ. അപ്പോൾ അതാണ് സോഷ്യോ സെൻട്രിക് സൊസൈറ്റി. സത്യത്തിൽ കരിയറിസത്തിലേക്ക് പോകുമ്പോൾ ശരിക്കും അതിനൊരു ഈഗോ സെൻട്രിക് ആയിട്ടുള്ളൊരു സൊസൈറ്റിയെ ക്രിയേറ്റ്
ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. കാരണം അവർ സൊസൈറ്റിക്കോ കാരണം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിൻ്റെ പില്ലറുകൾ ഈ ഫാമിലിയാണ്. ഈ കുറേ ഫാമിലി യൂണിറ്റുകളാണ് സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ്. അല്ലെങ്കിൽ സത്യത്തിൽ ഈ ഫാമിലി ഇല്ലെങ്കിൽ സൊസൈറ്റി ഇല്ല. അവിടെ ഒരു ക്രൗഡ് മാത്രമേ ഉള്ളൂ, അവിടെ ഒരു മോബ് മാത്രമേ ഉള്ളൂ. മോബ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോമൺ പിന്നെ ഒരു ഐഡൻറ്റിറ്റി ഇല്ല, അവർക്കൊരു കോമൺ ഗോളില്ല, അവർ കോമൺ നോംസ് ഇല്ല, ഒന്നുമില്ല. അതൊരു ക്രൗഡോ ഒരു മോബോ ആണ്. പക്ഷേ നമ്മൾ കുറേ ഫാമിലി യൂണിറ്റുകൾ കൂടിയതാണ് ഈ സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ ഫാമിലിക്ക് നമ്മളൊരു പ്രിയോറിറ്റി കൊടുക്കണം. അപ്പോൾ എൻ്റെ ലൈഫിൽ എൻ്റെ കരിയർ എനിക്കുണ്ട്, എൻ്റെ ഫാമിലി എനിക്കുണ്ട്, അത് എൻ്റെ സൊസൈറ്റിനെ പരിഗണിച്ചു കൊണ്ടുള്ള ഭാഗമാണ് ഇതൊക്കെ. അപ്പോൾ ഞാനവിടെ പിന്നെ ഫാമിലിനെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തിട്ട് എൻ്റെ കരിയറിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് പോയാൽ അതൊരു കരിയറിസാണ്, ഒരു ഈഗോ സെൻട്രിക് സൊസൈറ്റിനെ അവിടെ ക്രിയേറ്റ് ചെയ്യുള്ളൂ. അതേസമയം എൻ്റെ കരിയർ ഞാൻ അവിടെ പരിഗണിക്കുന്നുണ്ട്, അതേസമയം എൻ്റെ ഫാമിലിനെയും കൂടി ഞാൻ എൻ്റെ പ്രിയോറിറ്റിയിൽ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സോഷ്യോ സെൻട്രിക്കായ സൊസൈറ്റിയിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ്. അപ്പോൾ ആ നിലക്ക് ഇതിനെ കൊണ്ടുപോകണം എന്നുള്ളതാണ്.